ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 40-49. നമ്മൾ ദൈവവചനം കേൾക്കുന്നു, ദൈവവചനം പാലിക്കണം എന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി. എന്നാൽ ഇന്നിൻ്റെ സുവിശേഷം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വരമാണ്. ഇതിനെപ്പറ്റി നീ ആരോടും പറയരുത്, നീ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. രണ്ടർത്ഥവത്തായ കാര്യങ്ങളാണ്. കുഷ്ഠരോഗി ഈശോയെ വന്ന് സമീപിച്ച് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയുള്ളവനാക്കാൻ സാധിക്കും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി കൈവരട്ടെ. അപ്പോൾ ഒരു രോഗിയും ദൈവവും തമ്മിലുള്ള സംഭാഷണം. ദൈവത്തിനെ സ്നേഹിക്കുന്നതിന് പക്ഷപാതമില്ല. രോഗിയെന്നോ രോഗിണിയെന്നോ അവശനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഇല്ലായ്മക്കാരനെന്നോ ഒന്നുമില്ല. ദൈവം രോഗിയോട് സംസാരിക്കുന്നു, നിനക്ക് ശുദ്ധി കൈവരട്ടെ. പക്ഷേ നിനക്ക് ഈ കൈവന്ന സൗഭാഗ്യത്തെക്കുറിച്ച് നീ ആരോടും സംസാരിക്കരുത്. ആദ്യം നീ ചെയ്യേണ്ടത്, നിനക്ക് ദേവാലയത്തിന് ഈ ഒരു സൗഖ്യം കിട്ടുമ്പോൾ നീ അത് പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. അവരാണ് സാക്ഷ്യപത്രം നൽകേണ്ടത്. പക്ഷെ ദൈവത്തെ ഉൾക്കൊണ്ട ഒരു വ്യക്തി അവൻ അവിടെ നിന്നും നിലകൊള്ളാതെ അവൻ ഓടിപ്പാഞ്ഞ് നടന്ന് തന്നെ സൗഖ്യമാക്കിയവനെക്കുറിച്ച് പറയുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ വന്നിരുന്നപ്പോൾ ഒരു ചെറിയൊരു ആപ്തവാക്യം ഞാൻ ശ്രവിച്ചു. അപ്പോൾ ഒരു സഹോദരൻ എനിക്ക് ഷെയർ ചെയ്തതാണ്. നീ ആരാണെന്നും നിൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാമായിരുന്നു എന്നുള്ള ഒരു ആപ്തവാക്യം. അതിൻ്റെ അടിക്കുറിപ്പ് ഞാൻ നോക്കിയപ്പോൾ കണ്ടു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, ഇത് എനിക്കുള്ള മെസ്സേജ് ആണോ എന്ന്. പ്രിയമുള്ളവരെ, അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ദൈവം നമ്മിൽ വസിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവരായി മാറുക, ദൈവത്തെ കേൾക്കുന്നവരായി മാറുക, ദൈവത്തെ കൊടുക്കുന്നവരായി മാറുക. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.